ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് അമേരിക്കയുടെ വിദഗ്ധരുടെ പ്രതികരണങ്ങൾ ഇപ്പോൾ വരികയാണ്. യഥാർത്ഥത്തിൽ അമേരിക്കൻ സേന പോലും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വൈദഗ്ധ്യം കണ്ട് പകച്ചു നിന്നു എന്ന് വേണം ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ. കാരണം ആണവായുധമുള്ള ഒരു രാജ്യമായി അമേരിക്ക പോലും മുട്ടാനായി ഭയപ്പെടും. ആ സാഹചര്യത്തിലാണ് ഇന്ത്യ ആണവായുധമുള്ള പാകിസ്ഥാനുമായി മുട്ടിയത്. അതായത് രണ്ട് ആണവ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു ലോകം കണ്ടത് എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് ഇപ്പോൾ പുറത്തു വരുന്ന അമേരിക്കയുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമീപകാല നടപടി, സൈനിക നടപടി, അത് രണ്ട് ആണവായുധ രാജ്യങ്ങൾ തുടർച്ചയായ ആക്രമണങ്ങളിലും പ്രത്യാക്രമണങ്ങളിലും ഏർപ്പെടുന്നതിൻ്റെ ആദ്യ ഉദാഹരണമായിരുന്നു. ഇത് ആഗോള സംഘർഷങ്ങൾക്ക് കാരണമായി എന്ന് ലണ്ടനിലെ കിങ്സ് കോളേജിലെ പ്രൊഫസർ ഡോക്ടർ വാൾട്ടർ ലാഡ്വിക് പറയുന്നു. അതായത് ലോക രാജ്യങ്ങളിലേക്ക് തന്നെ പുതിയ ഒരു വഴി വെട്ടി തുറന്നിരിക്കുകയാണ് ഇന്ത്യ. ഞങ്ങൾ ആണവ രാജ്യങ്ങളെ ഭയപ്പെടില്ല എന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി പറഞ്ഞത് ലോക രാജ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെയാണ് ശ്രവിച്ചത്. അതായത് ആണവ രാജ്യങ്ങളോട് മറ്റ് രാജ്യങ്ങൾ, അതായത് രണ്ട് ആണവ രാജ്യങ്ങൾ ഏറ്റുമുട്ടുന്നത് നല്ലൊരു കാര്യമല്ല എന്നുള്ള ലോകക്രമം ഇപ്പോൾ മാറി മറിഞ്ഞിരിക്കുന്നു. ഇന്ത്യ അതിന് വഴിവെട്ടിയിരിക്കുന്നു. ആണവായുധത്തെ ഭയപ്പെടാതെ പാകിസ്ഥാനെ തിരിച്ചടിച്ച ഇന്ത്യ ഇപ്പോൾ ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ ഒരു വീരപരിവേഷത്തിൽ നിൽക്കുന്നു എന്ന് തന്നെയാണ് അമേരിക്കയുടെ വിദഗ്ധരെല്ലാം പറയുന്നത്. ഡോക്ടർ വാൾട്ടർ ലാൻഡ്വിക് പറയുന്നത് റോയൽ യുണൈറ്റഡ് സർവീസസ് ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി കാലിബ്രേറ്റഡ് ഫോഴ്സ് ഓപ്പറേഷൻ സിന്ദൂർ ആൻഡ് ദി ഫ്യൂച്ചർ ഓഫ് ഇന്ത്യൻ ഡിഫൻസ് എന്ന പേരിൽ ഒരു വിശകലനം അദ്ദേഹം ഇപ്പോൾ എഴുതുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിലെ തീവ്രവാദികളെ ശിക്ഷിക്കുന്നതിനായും പാകിസ്ഥാനുമായി വിശാലമായ സംഘർഷം ഉണ്ടാകാതിരിക്കുന്നതിനായും ഇന്ത്യ സൈനിക നടപടി സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ വ്യോമസേന വികസിപ്പിച്ചെടുത്ത നിരവധി കഴിവുകൾ ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നാണ് ലാൻഡ്വിക് പറയുന്നത്. സൈനിക പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ നമ്മൾ വളരെ അജ്ഞാതമായ ഒരു രാജ്യത്താണെന്നാണ് ഇതിനർത്ഥം. ആണവയുഗത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതുപോലുള്ള പരസ്പര വ്യോമാക്രമണങ്ങളിൽ ഏർപ്പെട്ട രണ്ട് ആണവായുധ രാഷ്ട്രങ്ങളുടെ ഒരു ഉദാഹരണം നമ്മുടെ പക്കലില്ല. ഇപ്പോഴാണ് ആ ഉദാഹരണം വന്നത്. ഇന്ത്യയും പാകിസ്ഥാനും 2019 ഒരു നിർണായക നിമിഷമായിരുന്നു. അത് വളരെ കൃത്യമായും ആസൂത്രണം ചെയ്തതുമായിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങളെ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഇതില്ല. 1960കളുടെ അവസാനത്തിൽ റഷ്യക്കാരും ചൈനക്കാരും യുദ്ധം ചെയ്തിട്ടുണ്ട്. ഇത് നിലത്തായിരുന്നു. ചില സന്ദർഭങ്ങളിൽ പോരാളികൾ സംഘർഷം രൂക്ഷമാകുമെന്ന് ആശങ്കാകുലരുമായിരുന്നു. ഇത് ശരിക്കും ഒരു പുതിയ ഇടമാണ്. വരും ദശകത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കും. അതായത് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് കൂടുതലായി പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്. അയൽ രാജ്യത്തെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ കൃത്യമായ ആക്രമണങ്ങൾക്ക് ഇന്ത്യൻ സർക്കാരിൻ്റെ നയങ്ങളെ അദ്ദേഹം പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. സർക്കാരിൻ്റെ നയങ്ങളെ ഒരു പരിണാമമായിട്ടാണ് ഞാൻ കാണുന്നത്. 2016 സർജിക്കൽ സ്ട്രൈക്കിലേക്ക്, അതായത് ഉറി ഭീകരാക്രമണത്തിന് മറുപടിയായി നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ മുമ്പും നടന്നിട്ടുണ്ട്. പക്ഷേ അവ ഒരിക്കലും പരസ്യപ്പെടുത്തിയിട്ടില്ല, അവ ഒരിക്കലും പരസ്യമാക്കിയിട്ടില്ല. 2019 ബാലാക്കോട്ട് വ്യോമാക്രമണങ്ങൾക്ക് മുൻകാല മാതൃകകളിൽ നിന്നുള്ളത് ഒരു മാറ്റമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അടുത്ത ലെവലുണ്ട്. അതായത് ഒന്നിലധികം ലക്ഷ്യങ്ങൾ ഒന്നിലധികം റൗണ്ടിലായി ആക്രമിക്കാനുള്ള ശക്തി ഇന്ത്യക്കുണ്ടെന്ന് ഇന്ത്യ കൃത്യമായി പ്രൂവ് ചെയ്തിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുന്നു. അതും അദ്ദേഹം പറയുന്നത് മെയ് 6-7 തീയതികളിലെ രാത്രികളിൽ ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ, പാക് അധീന കശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങളിലെ കൃത്യമായിട്ടാണ് ആക്രമണം നടത്തിയത്. അതായത് ഭീകരന്മാരെ മാത്രം ലക്ഷ്യം വെച്ച് സിവിലിയൻസിന് യാതൊരുവിധ ഡാമേജും ഉണ്ടാക്കാതെ, ഒരു കൊളാട്രൽ ഡാമേജ് പോലും ഉണ്ടാക്കാതെയാണ് ഇന്ത്യ ലക്ഷ്യം വെച്ചത് എന്നുള്ളതും ഇപ്പോൾ അമേരിക്കയെ വളരെയധികം അത്ഭുതപ്പെടുത്തുന്നതാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.